ഹായ് ഫ്രണ്ട്സ്, 100 ഡേയ്സ് സ്റ്റഡി ചാലഞ്ചിൻ്റെ 5-മത്തെ ദിവസമാണ് ഇന്ന്. അടുത്തതായി ഞാൻ നോക്കാൻ പോകുന്നത് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ സാഹിത്യ പ്രസ്ഥാനം എന്നറിഞ്ഞിരിക്കണം. അതായത് ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ഭാഷയിലോ സാഹിത്യത്തിലോ ഉണ്ടാകുന്ന സമാനമായ എഴുത്ത് രീതികളെയും പ്രവണതകളെയും ആശയങ്ങളെയും ചേർത്താണ് സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ചിന്താഗതികൾ, അവർ സംസാരിച്ചിരുന്ന ഭാഷ, സാമൂഹിക സാഹചര്യം എന്നിവയൊക്കെ ഈ പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കും. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന സമാനമായ എഴുത്ത് രീതികളെയാണ് സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായ പാട്ടുപ്രസ്ഥാനം പഠിക്കാം. ഗദ്യം പദ്യം എന്നീ രണ്ടു ശാഖകളായിട്ടാണ് മലയാള സാഹിത്യം ഉത്ഭവിച്ചതും വളർന്നതും. ഇവയിൽ പദ്യശാഖക്കായിരുന്നു പ്രധാന സ്ഥാനം അഥവാ പ്രഥമ സ്ഥാനം. ആദ്യ സ്ഥാനം പദ്യശാഖക്കായിരുന്നു. ഈ പദ്യശാഖ പാട്ട്, മണിപ്രവാളം, നാടൻ പാട്ടുകൾ എന്നീ 3 ഘട്ടങ്ങളിലൂടെയാണ് വികാസം പ്രാപിച്ചത്. നിയതമായ ലക്ഷണത്തോട് കൂടിയ സാഹിത്യ കൃതികളാണ് പാട്ടുപ്രസ്ഥാനത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത്. മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിൽ ലക്ഷണ നിർവചനം ചെയ്യപ്പെട്ടിരിക്കുന്ന വിധത്തിൽ രൂപപ്പെടുകയും പ്രസ്ഥാനമായി വികസിക്കുകയും ചെയ്ത സാഹിത്യ രൂപമാണ് പാട്ടുപ്രസ്ഥാനം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ട്. ലീലാതിലകക്കാരൻ പാട്ടിന് നൽകിയിരിക്കുന്ന ലക്ഷണം ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം എതുക മോന വൃത്തവിശേഷയുക്തം പാട്ട്. അതായത് തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ കൊണ്ട് രചിച്ചതായിരിക്കണം. എതുക, മോന എന്നീ പ്രാസങ്ങൾ ഉണ്ടായിരിക്കണം. സംസ്കൃത വൃത്തങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സംസ്കൃത വൃത്തത്തിൽ നിന്നും വിഭിന്നമായ വൃത്തത്തിലെ എഴുതാവൂ. ഇതിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. പാട്ടുപ്രസ്ഥാനത്തിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. അക്ഷരമാല. സംസ്കൃതത്തിലെ ഗര അധികരങ്ങൾ ഒഴിവാക്കി മലയാളത്തിലെ അതായത് ദ്രാവിഡ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കുന്നു. എതുക. വരികളുടെ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരിക, അതായത് ദ്വിതീയാക്ഷര പ്രാസം. മോന. വരിയുടെ ആദ്യത്തെയും മധ്യത്തെയും അക്ഷരങ്ങൾ തമ്മിലുള്ള പൊരുത്തം, ആദ്യാക്ഷര പ്രാസം. വൃത്തം. സംസ്കൃത വൃത്തങ്ങൾക്ക് പകരം ദ്രാവിഡ വൃത്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. അക്ഷരം, പ്രാസം, വൃത്തം എന്നിവയിൽ പാട്ടുസാഹിത്യം തമിഴ് സാഹിത്യ പാരമ്പര്യത്തെ പിന്തുടരുന്നു. സംഘസാഹിത്യത്തിലെ വീരരസപ്രധാനമായ പുറം കവിതകളോട് കേരളത്തിലെ പാട്ടുകാവ്യങ്ങൾക്ക് ആഭിമുഖ്യം കാണുന്നു. എന്നാൽ പ്രാധാന്യം ഭക്തിക്കു തന്നെയാണ്. അനുവാചകരിൽ ഭക്തിഭാവമുണർത്തി അവരെ ആത്മീയതയിലേക്ക് നയിക്കുകയാണ് പാട്ടുകവികളുടെ ലക്ഷ്യം. ഇനി പാട്ടുപ്രസ്ഥാനത്തിന്റെ വളർച്ച പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ്. രാമചരിതം, തിരുനിഴൽമാല എന്നിവ ഉൾക്കൊള്ളുന്ന 1-ാം ഘട്ടം. നിരണം കൃതികളും രാമകഥാപാട്ടും ഉൾക്കൊള്ളുന്ന 2-ാം ഘട്ടം. പാട്ടിന് ലീലാതിലകക്കാരൻ നൽകുന്ന ലക്ഷണങ്ങളിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും വ്യതിചലിച്ചുകൊണ്ട് തന്നെ പാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണപ്പാട്ട്, കിളിപ്പാട്ട്, വഞ്ചിപ്പാട്ട്, തുള്ളൽപ്പാട്ട് എന്നിവ ഉൾക്കൊള്ളുന്ന 3-ാം ഘട്ടം. ഇനി അടുത്തത്, മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് കാഡ്വൽ എന്ന വ്യക്തിയാണ്. നമുക്ക് പ്രധാനപ്പെട്ട പാട്ടുകാവ്യങ്ങൾ നോക്കാം. രാമചരിതം. കേരള ഭാഷയിൽ എഴുതിയ ആദ്യ പാട്ടുകാവ്യമാണ് രാമചരിതം. വാൽമീകി രാമായണത്തിലെ യുദ്ധകാണ്ഡമാണ് രാമചരിതത്തിലെ പ്രധാന പ്രതിപാദ്യം. 164 പടലങ്ങളും 1814 പാട്ടുകളുമുള്ള ഈ കൃതിയിൽ ഓരോ പടലത്തിലും 11 പാട്ടുകൾ വീതം കാണുന്നു. അതായത് രാമചരിതത്തിന്റെ അധ്യായങ്ങളെ പടലങ്ങൾ എന്നാണ് പറയുന്നത്. 164 പടലങ്ങളുണ്ട്. അതുപോലെ 1814 പാട്ടുകളും ഈ കൃതിയിലുണ്ട്. പഴയ തമിഴിന്റെയും പ്രാചീന മലയാളത്തിന്റെയും സങ്കര രൂപമാണ് ഇതിൽ കാണുന്നത്. ഇതിനെ മലയാണ്മ എന്ന് ചില പണ്ഡിതർ വിശേഷിപ്പിക്കുന്നു. ശുദ്ധമായ ദ്രാവിഡ വൃത്തങ്ങളിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീരാമന്റെ യുദ്ധവിജയങ്ങളെ വർണ്ണിക്കുന്നതിലൂടെ ഭക്തിയും വീരരസവുമാണ് കവി ലക്ഷ്യമിട്ടത്. രാമചരിത കർത്താവ് ഒരു ശ്രീരാമ കവിയാണെന്ന് ഗ്രന്ഥാവസാനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്.
രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന പ്രാസം അന്താദിപ്രാസം. രാമചരിതത്തിൽ കൂടുതലായി കാണുന്ന അലങ്കാരം ഉപമ. ഈ രാമചരിതം എന്നാണ് കവിവാക്യത്തിൽ രാമചരിതത്തിന്റെ പേര്. ഊഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്വേൻ എന്ന് പരാമർശമുള്ള പാട്ടുകൃതിയാണ് രാമചരിതം. കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യത്തെ ഉന്നത തരംഗങ്ങളിലൊന്നാണ് രാമചരിതം എന്നഭിപ്രായപ്പെട്ടത് ഡോ. എം. ലീലാവതി. രാമചരിതത്തെക്കുറിച്ചുള്ള ആദ്യ ഗവേഷണ പ്രബന്ധമാണ് ഡോ. കെ. എം. ജോർജിന്റെ രാമചരിതം ആൻഡ് ദ സ്റ്റഡി ഓഫ് ഏർലി മലയാളം എന്നത്. രാമചരിതത്തെ കളഞ്ഞുകിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചത് ഡോ. ഹെർമൻ ഗുണ്ടർട്ടാണ്. അദ്ദേഹം ജർമ്മൻകാരനാണ്. ശ്രീ പത്മനാഭസ്വാമിയെ പോകി പോകച്ചയനൻ എന്ന് സ്മരിക്കുന്ന പാട്ടുകൃതി രാമചരിതം. രാമചരിതത്തിലെ പ്രധാന രസം വീരരസം. രാമചരിതം ജനശ്രദ്ധയിൽ ആദ്യമായി കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അദ്ദേഹത്തിന്റെ മലയാള നിഘണ്ടുവിന്റെ മുഖവുരയിൽ മലയാളത്തിലെ ആദ്യ കൃതിയെന്ന് രാമചരിതത്തെ പറ്റി പരാമർശിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്ന് സാഹിത്യത്തിന്റെ തുടക്ക ഭാഗമാണ് മലയാള പ്രസ്ഥാനം. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇന്ന് പഠിച്ചത്. താങ്ക് യു.